നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 7x7ലേക്ക്. സ്വർണ്ണക്കവർച്ചയിൽ അന്വേഷണം എങ്ങോട്ട്? പോറ്റിയിലും മുരാരിയിലും ചുറ്റിക്കറങ്ങുന്നത് എന്തിന്? അറസ്റ്റ് വൈകിപ്പിച്ചത് തെളിവുകൾ നശിപ്പിക്കാനോ വമ്പൻ സ്രാവുകളെ രക്ഷിക്കാനോ ഈ പെടാപ്പാട്? ഈ ചോദ്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തോടാണ്. SIT മാത്രം ചോദിച്ചാൽ പോരല്ലോ, SITയോടും ചോദിക്കണമല്ലോ. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുൽ, മുരാരിക്ക് പിന്നാലെയായിരുന്നു ഇന്നൊരു ദിവസം. പോറ്റി കൈപ്പിടിയിലുണ്ട് താനും. ഇവരെ മാത്രം ചുറ്റിപ്പറ്റിയോ? ഇവർക്ക് പിന്നാലെ മാത്രമോ SITയുടെ യാത്ര? കൃഷ്ണരാജ്, പൊതുസമൂഹത്തിനുള്ള ചോദ്യമാണ്. അതായത് ഈ അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. കാരണം ഹൈക്കോടതി അനുവദിച്ച് നൽകിയിരിക്കുന്നത് കേവലം 6 ആഴ്ച കാലം മാത്രമാണ്. അതിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി വിശദമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് SIT ടീമിന് ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ ദിവസങ്ങൾ പലത് പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെയും അന്വേഷണത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി കൈവരിക്കാനായിട്ടോ നേടുവാനായിട്ടോ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രധാന പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും അടക്കം ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് അതിൻ്റെ അല്ലെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മതിയായിട്ടുള്ള വിവരശേഖരണമൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് കൂടിയിട്ടും അവരുടെ അറസ്റ്റിലേക്ക് കടന്നത് വീണ്ടും ആഴ്ചകൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് ഈ ചോദ്യം പ്രധാനമായിട്ടും ചോദിക്കാനായിട്ട് കാരണമാകുന്ന വസ്തുത എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ 2 കേസുകളിലായിട്ട് ഏകദേശം 20ഓളം പ്രതികളുണ്ട്. ഒരു കേസിൽ 10ഓളം പ്രതികൾ വെച്ചിട്ടാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാക്കി പ്രതികളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണ സംഘം എത്തുന്നില്ല? കേവലം ഒരു പോറ്റിയിലും അല്ലെങ്കിൽ മുരാരി ബാബുവിലും മാത്രമായി അന്വേഷണം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെ പറയുവാനായിട്ട് സാധിക്കും. കാരണം അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ ഇതുവരെയുള്ളത് പരിശോധിക്കുമ്പോൾ ആ നിലയ്ക്ക് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഏറ്റവും പെട്ടെന്നുണ്ടായ സംഭവം അല്ലെങ്കിൽ ഏറ്റവും അടുത്തുണ്ടായ സംഭവം എന്ന് പറയുന്നത് മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മുരാരി ബാബുവിനെ ഇന്നലെ വൈകിട്ടാണ് കസ്റ്റഡിയിലെടുക്കുന്ന അന്വേഷണ സംഘം. അതിനുശേഷം ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി റാന്നിയിലുള്ള 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അന്വേഷണ സംഘം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേയില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് മുരാരി ബാബുവിൽ നിന്ന് ലഭിക്കാനുള്ളതൊക്കെ ലഭിച്ചു, ഇനി ജയിലിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു നിലപാട് അന്വേഷണ സംഘം സ്വീകരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെയല്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസാണ്, വലിയ സ്വർണ്ണക്കവർച്ചയാണ്, അതിൽ 2ാം പ്രതിയാണ് മുരാരി ബാബു എന്ന് പറയുന്നത്. അത്രത്തോളം പ്രാധാന്യം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവെടുപ്പ്, മൊഴിശേഖരണം അടക്കം ഈ മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് എന്നിരിക്കൽ പോലും കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകാനായിട്ട് അന്വേഷണ സംഘം തയ്യാറായില്ല. നേരെ അതുകൊണ്ട് തന്നെ കോടതി മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അല്പസമയം മുമ്പാണ് മുരാരി ബാബുവായിട്ട് കോടതി നടപടികൾ പൂർത്തിയാക്കി അന്വേഷണ സംഘം ജയിലിലേക്ക് പോയിരിക്കുന്നത്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കായിരിക്കും മുരാരി ബാബുവിനെ മാറ്റുന്നുണ്ടാവുക എന്നും അറിയുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ആ നിലപാട് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വേണ്ട എന്നുള്ളൊരു നിലപാട് അന്വേഷണ സംഘം എടുത്തത് എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രസക്തമായിട്ട് ഉയരുന്ന ചോദ്യം. കാരണം വിശദമായിട്ടുള്ള മൊഴിയെടുക്കൽ നടപടികൾ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ വരെയുള്ള സമയത്ത് ചോദ്യം ചെയ്തത് മാത്രമാണ് നടന്നിരിക്കുന്ന നടപടി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് മുരാരി ബാബുവിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടതായിട്ടുള്ളത്? പ്രത്യേകിച്ച് ഇത് ഒരു 2019 മുതൽ 2024 വരെ നീണ്ടുനിന്ന ആ കാലയളവിൽ നീണ്ടുനിന്നിട്ടുള്ള അഴിമതി കഥകളാണ്, ഗൂഢാലോചനയാണ് എന്നുള്ളത് അന്വേഷണ സംഘം പറയുമ്പോൾ പോലും ഇത്തരത്തിൽ കൈക്കിട്ട് പ്രതികളെ എന്തുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാനോ ബാക്കി തുടർ നടപടികളിലേക്ക് കടക്കുവാനോ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വിമർശന വിധേയമായിട്ട് അല്ലെങ്കിൽ വിമർശനത്തിന് കാരണമായിട്ട് നിൽക്കുന്ന വസ്തുതകൾ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ സന്നിധാനത്തും ഈ സ്വർണ്ണ കവർച്ച നടന്നിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലും എത്തിച്ചൊക്കെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുകയാണ്. ആ തെളിവെടുപ്പ് നടപടികൾക്കൊന്നും മുരാരി ബാബുവിനെ തങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടാണ് പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തത് തന്നെ ഒരാഴ്ചയോളം താമസിച്ചാണ്. അന്വേഷണം ഏറ്റെടുത്ത 6ാം ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നത്. അന്നപ്പോൾ തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ മുരാരി ബാബുവിൻ്റെ കാര്യത്തിലും ആ നിലയ്ക്കൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടാണ് അന്വേഷണ സംഘം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ 2 പ്രതികളിലേക്ക് മാത്രമായിട്ട് ഇനി അന്വേഷണം ചുരുങ്ങുമോ? ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് കൈവശം
നിർദ്ദേശം ഹൈക്കോടതി അനുവദിച്ച് നൽകിയിരിക്കുന്നത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾക്കുള്ളിൽ എത്രമാത്രം കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം ഇനി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറെ പ്രസക്തമായിട്ട് ചോദിക്കാൻ സാധിക്കുന്ന ചോദ്യമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ബാക്കി 8 പ്രതികളുണ്ട്, 8ഓളം പ്രതികളുണ്ട്. അതിൽ ദേവസ്വം ബോർഡ് അടക്കം പ്രതിസ്ഥാനത്താണ്. ഈ കട്ടിളപ്പാളി മോഷണ കേസിൽ 8ാം പ്രതിയാണ് ദേവസ്വം ബോർഡ്. അതായത് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കമുള്ള ആളുകൾ പ്രതിയാണ്. അവരുടെയൊക്കെ പങ്ക് ഇതിൽ സുവ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും അവരിലേക്കൊക്കെ അന്വേഷണം എത്തുമോ എന്നുള്ള കാര്യം മാത്രമേ ഇനി അറിയേണ്ടതായിട്ടുള്ളൂ. അതുമാത്രമല്ല, ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൻ്റെ ആരോപണ കഥകൾ വന്നു തുടങ്ങിയ സമയത്ത് തന്നെ പൂർണ്ണമായിട്ടും ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള അഴിമതിയാണ്, ഉദ്യോഗസ്ഥരാണ്, മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് കുറ്റക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് അധികൃതർ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിക്കോട്ടെ, മുൻ പ്രസിഡന്റുമാരായിക്കോട്ടെ, അവരൊക്കെ ആ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതായത് ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് തലയുരാൻ ശ്രമിക്കുന്ന ഒരു നടപടികൾ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് FIR-ൽ ദേവസ്വം ബോർഡ് തന്നെ പ്രതിസ്ഥാനത്തേക്ക് വരികയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ സംഭവിക്കുന്നത് ആ ദേവസ്വം ബോർഡ് അടക്കമുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കണം എന്നുള്ളൊരു നിലപാട് ഉള്ളതുപോലെ തോന്നിക്കുന്ന രീതിയിലുള്ള അന്വേഷണ നടപടിക്രമങ്ങളാണ് നടക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നതിനാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്. മദ്യം സർവത്ര, തുള്ളി കുടിക്കാൻ ഇല്ലത്രേ. പിണറായി സർക്കാരിൻ്റെ പ്രവൃത്തിയും പറച്ചിലും ഈ വിധമാണ്. മദ്യ ഉൽപ്പാദനം ഇനിയും കൂട്ടണമെന്നാണ് എക്സൈസ് മന്ത്രിയുടെ ആഹ്വാനം. ഇവിടുള്ളവർ കുടിച്ചു മുടിഞ്ഞാൽ പോരാ, കയറ്റുമതിയും വേണം. സ്പിരിറ്റ് ഉൽപ്പാദനത്തിലും നമ്പർ 1 ആകണമെന്ന് MP രാജേഷ്. സ്വപ്നം കണ്ടത് മദ്യവിമുക്ത കിനാശ്ശേരി, പാടി നടന്നത് വരും എല്ലാം ശരിയാകുമെന്ന്. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. നിങ്ങളുടെ വോട്ട് LDF-ന് തന്നെ നൽകുക. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാൻ കർശന നടപടിയെന്ന് അടുത്ത പരസ്യം. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും. എന്നിട്ടോ ബിവറേജസ് കോർപ്പറേഷന്റെ ലക്ഷ്യം വരുമാനം വർദ്ധിപ്പിക്കുക, ആധുനികവൽക്കരണം, ഉപഭോക്തൃക്ഷേമം, ഉപഭോക്താവിനെയും ടൂറിസം മേഖലയെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പുതിയ സമീപനത്തിലേക്കാണ്. അതുകൊണ്ട് ഔട്ട്ലെറ്റുകളുടെ എണ്ണം തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കുകയാണ്. പ്രീമിയം മദ്യത്തിന്റെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുക എന്നത് വ്യവസായത്തെ സംബന്ധിച്ച് വരുമാന വർധനവിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ ആ പ്രീമിയം മദ്യം വാങ്ങാൻ ശേഷിയുള്ളൊരു വലിയ മധ്യവർഗം ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. അവരിൽ നിന്ന് ഈ ആവശ്യങ്ങൾ വരുന്നുമുണ്ട്. അതുകൊണ്ട് സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ കൂടുതലായിട്ട് ആരംഭിക്കുക. പറച്ചിലും പ്രവൃത്തിയും രണ്ടെന്ന് തെളിയാൻ ഇനി എന്തു വേണം സാർ? കയറ്റുമതിയാണ് മന്ത്രിയുടെ ലക്ഷ്യം. പ്രാദേശികമായ എതിർപ്പുകളെ അടിച്ചമർത്തണമെന്നും പറയാതെ പറയുന്നു. സ്പിരിറ്റ് ഉൽപ്പാദനത്തിലും നമ്പർ 1 ആകണമത്രേ. ഇപ്പൊ നിലവിൽ 9 ഡിസ്റ്റിലറികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് കർണാടകയിൽ നിന്ന്, പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിവിടെ ഉണ്ടാക്കാമല്ലോ നമുക്ക്. കേട്ടാൽ തോന്നും ബാക്കി എല്ലാത്തിലും നമ്പർ 1 ആണെന്ന്. 3-ാം ഊഴം കൊതിക്കുമ്പോൾ മമ കേരളം മധ്യ കേരളം എന്ന പരസ്യവാചകം പ്രതീക്ഷിക്കുന്നു. മമ കേരളം മധ്യ കേരളം. പരസ്യത്തിൽ അഭിനയിച്ച മൺമറഞ്ഞ പ്രിയപ്പെട്ടവരെ പരിഹസിക്കുകയല്ല. സഖാക്കളായ അവരിലൂടെ നിങ്ങൾ പറയാൻ ശ്രമിച്ചത് പാലിക്കാതിരിക്കുമ്പോൾ പറയാതെങ്ങനെ? ന്യൂസ് ഡെസ്ക് ജനം. പക്ഷേ പുള്ളി എന്തു പറഞ്ഞാലും എലപ്പുള്ളി എതിർത്തിരിക്കും. എലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത്. സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്ന് വൻ ഭൂരിപക്ഷത്തിൽ പദ്ധതിക്കെതിരെ പ്രമേയം പാസാക്കി. കോടതിയെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ലെന്ന് മന്ത്രി MP രാജേഷ്. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും സർക്കാർ പുറകോട്ട് പോവാത്ത പശ്ചാത്തലത്തിലാണ് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഗ്രാമസഭ ചേർന്നത്. ഗ്രാമസഭയിൽ പദ്ധതിക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് വൻ ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ ചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു.
പദ്ധതിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ഗ്രാമസഭയിൽ ഈ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. അത് വൈസ് പ്രസിഡന്റ് വായിച്ചു. ആ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് ഉണ്ടായത്. ആ ചർച്ചയിൽ നാട്ടുകാരും LDF മെമ്പർമാരും BJPയുടെ മെമ്പർമാരും കോൺഗ്രസിൻ്റെ മെമ്പർമാരും എല്ലാവരും സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു. ആ പങ്കെടുത്തിട്ട് ആ പ്രമേയം വോട്ടിനിടുകയാണ് ചെയ്തത്. വോട്ടിനിട്ട് എല്ലാവരും പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് ആ പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയമാണ്. നാട്ടുകാർ ഒന്നടങ്കം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നടങ്കം ഈ കമ്പനി ഇവിടെ വരരുത്, കാരണം മണ്ണും ജലവും കൃഷിക്കും കുടിവെള്ളത്തിനും ദോഷം ഉണ്ടാക്കുന്ന ഈ കമ്പനി ഇവിടെ വരരുത് എന്ന് ഒറ്റ സ്വരത്തിൽ പറയുകയാണ് ഉണ്ടായത്. 179 ആൾ പങ്കെടുത്ത ഒരു ഗ്രാമസഭയായിരുന്നു. ഇനി നമ്മൾ ഈ മണ്ണുക്കാട് പ്രദേശത്ത് തന്നെ 6-ാം വാർഡിൽ വീണ്ടും ഗ്രാമസഭ വിളിക്കാൻ പോവുകയാണ്. ഇത് അതിനോട് ചേർന്ന് കിടക്കുന്ന വാർഡ് 7-ാം വാർഡിലാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഗ്രാമസഭ ഉണ്ടായിരുന്നത്. എന്നാൽ വിഷയത്തിൽ പഞ്ചായത്തിനെ പരിഹസിച്ചും ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനിയെ പിന്തുണച്ചും മന്ത്രി MB രാജേഷ് രംഗത്തെത്തി. എല്ലാം നടക്കുന്നത് നിയമാനുസൃതമായാണ്. പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ല. ആശങ്കയുള്ളത് മുഴുവൻ പ്രദേശവാസികൾക്കല്ല എന്നും രാജേഷ് പറഞ്ഞു. നിയമാനുസൃതമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നല്ലേ ഇതൊക്കെ തെളിയിക്കുന്നത്. നിയമാനുസൃതം നടക്കുമെന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മന്ത്രിസഭ അന്ന് തത്വത്തിൽ അനുമതി കൊടുത്തത് ബാക്കി എല്ലാ അനുമതികളും കിട്ടുന്നതിന് വിധേയമായിട്ടാണ്. ബാക്കി അനുമതികൾ അവർ നിയമാനുസൃതം നേടണം. നിയമാനുസൃതം നേടിക്കഴിഞ്ഞാൽ നയപരമായിട്ട് ഇപ്പോൾ തടസ്സമില്ല. നാട്ടിലൊരു നിയമമുണ്ട്. ആ നിയമത്തിന് മുകളിൽ ഒരു പഞ്ചായത്തിനും പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ പഞ്ചായത്തുകൾ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളല്ലല്ലോ. യൂണിയൻ ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരപരിധിയുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരപരിധിയുണ്ട്, പഞ്ചായത്തുകൾക്കും അതിൻ്റെ അധികാരപരിധിയുണ്ട്. ഇപ്പോൾ ഇത് നാട്ടിലുള്ള നിയമത്തിന് വിധേയമായിട്ടേ ഏത് സർക്കാരിനാണെങ്കിലും പ്രവർത്തിക്കാൻ പറ്റൂ, പഞ്ചായത്തുകൾക്കും അത്രേ പറ്റൂ. പാലക്കാട് നടന്ന എക്സൈസിന്റെ സെമിനാറിലും മന്ത്രി രാജേഷ് സംസ്ഥാനത്ത് സ്പിരിറ്റ് നിർമ്മാണം വർദ്ധിപ്പിക്കുമെന്ന് ആവർത്തിച്ചു. ജനം, പാലക്കാട്. പോലീസിലെ അപായത്തിന്റെ ചുവന്ന വെളിച്ചം കത്തുന്നു. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ച ആലത്തൂർ DYSP നടപടി കുരുക്കിൽ. മനോജ് കുമാറിനോട് വിശദീകരണം തേടി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി. അതിനിടെ മനോജ് കുമാറിനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJP മാർച്ച് നടത്തി. ഇന്നലെയാണ് ആലത്തൂർ DYSP മനോജ് കുമാർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ശബരിമല ദർശനം ആചാരലംഘനമാണെന്നുൾപ്പെടെ വിമർശിച്ച് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത്. രാഷ്ട്രപതിയും കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും നടത്തിയത് ആചാരലംഘനമാണെന്നും ഇതിൽ കോൺഗ്രസിന്റെ നാമജപ പ്രതിഷേധം ഇല്ലേ, CPM മന്ത്രിമാരായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ചെയ്യുക തുടങ്ങിയ തരത്തിലാണ് മനോജ് കുമാർ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടത്. സംഭവത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ DYSPയോട് വിശദീകരണം തേടി. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാവുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. അതിനിടെ മനോജ് കുമാറിനെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആലത്തൂർ DYSP ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. DYSP ഓഫീസിന് സമീപത്ത് മാർച്ച് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയും ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. മനോജ് കുമാറിനെതിരെ നടപടി ഉണ്ടാവും വരെ നിയമപരമായും അല്ലാതെയും മുന്നോട്ടു പോകുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ പറഞ്ഞു. ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല, ഇതൊരു സൂചനയാണ്. ഇന്നത്തെ ഒരു സൂചന, ഇവിടെ 4 പോലീസുകാരും ഒരു ബാരിക്കേഡും വെച്ചാൽ അത് BJPയെ തടയാനുള്ള ശക്തിയൊന്നും ആവില്ല എന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കും അറിയാം, പല അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ സമരം സൂചനയാണ്. ഈ സൂചനാ സമരം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി പോരാടിക്കൊണ്ടേയിരിക്കും എന്ന്. ട്രെയിൻ യാത്രക്കിടെ അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആയതാണ് എന്നാണ് വിഷയത്തിൽ DYSP മനോജ് കുമാറിന്റെ വിശദീകരണം. ഷൊർണൂർ DYSP ആയിരുന്ന മനോജ് കുമാർ ആലത്തൂരിൽ ചാർജ് എടുക്കാനിരിക്കെയാണ് വിവാദ സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്തത്. ജനം, പാലക്കാട്. രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു KR നാരായണനെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു.
നീതി, സമത്വം, വിദ്യാഭ്യാസം തുടങ്ങിയ മൂല്യങ്ങളുടെ പ്രതീകമായി KR നാരായണന്റെ പ്രതിമ നിലകൊള്ളുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. His memory will inspire people to uphold the values of equality, integrity, and public service that he stood for. Let Sri KR Narayana's life is a story of courage, perseverance, and self-belief. Through immense dedication and the power of education, he went on to occupy the highest constitutional office of our nation. His academic excellence was a symbol of what determination and opportunity can accomplish when guided by purpose. Before entering politics, Sri KR Narayana built a distinguished career in the Indian Foreign Service. Sri Narayana upheld India's values of peace, justice, and cooperation with utmost sincerity. After his diplomatic career, he was elected to Parliament and went on to service as Union Minister. He was always steadfast to the principles of fairness and inclusion. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിട്ടുനിന്നത് അപലപനീയമെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. ഇരുവരും ദളിത് സമൂഹത്തോട് മാപ്പ് പറയണമെന്നും മുൻ കേന്ദ്രമന്ത്രി. അങ്ങനെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി, ആ രാഷ്ട്രപതിയുടെ പ്രതിമയുടെ അനാച്ഛാദനം നടത്തുന്നത് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ദ്രൗപദി മുർമു. അതോടൊപ്പം ആ ചടങ്ങിൽ സംബന്ധിക്കുന്നത് ഇതേപോലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന്, ദളിത് വിഭാഗത്തിൽ നിന്ന് തന്റെ പരിശ്രമത്തിലൂടെ വളർന്നുവന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പദവി വരെ എത്തിയ ശ്രീ രാംനാഥ് കോവിന്ദ്. പക്ഷേ ഈ ചടങ്ങിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിട്ടുനിന്നു എന്നുള്ളത് അങ്ങേയറ്റത്തെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വർക്കലയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ ശതാബ്ദി ആചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രപതി. മഹാസമാധിയിൽ പുഷ്പാർച്ചന നടത്തി. ഭാരതത്തിന്റെ മഹാനായ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമാണ് ശ്രീനാരായണ ഗുരുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തുല്യതയുടെയും ഐക്യത്തിന്റെയും മാനവികതയുടെയും തത്വമാണ് ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ചതെന്നും രാഷ്ട്രപതി. Ladies and gentlemen, Sri Narayana Guru shared timeless ideals with humanity. Through his teaching of Jati Bhedam Moto Desam Edu Millade Sarvarum, he proclaimed that world is a model about where all live in brotherhood without any distinction of caste and faith. ബീഹാറിൽ അവസാനിക്കുന്നില്ല വോട്ടർ പട്ടിക പരിഷ്കരണം. രാജ്യവ്യാപകമായി വരുന്നുവെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് നിർദ്ദേശം. ഷെഡ്യൂൾ പിന്നീട് പ്രഖ്യാപിക്കും. എന്നാൽ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളതിനാൽ നീട്ടിവെക്കണമെന്ന ആവശ്യം ഉയർന്നു. ഒടുവിൽ ബീഹാറിൽ RJDക്ക് മുന്നിൽ മുട്ടുമടക്കി കോൺഗ്രസ്. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. മുകേഷ് സാഹ്നിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിൽ സഖ്യത്തിലെ തർക്കം ഇനിയും അവസാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കേണ്ട എന്നായിരുന്നു കോൺഗ്രസ് നിലപാട്. എന്നാൽ RJDയുടെ ആവശ്യത്തിനു മുന്നിൽ കോൺഗ്രസിന് മുട്ടുമടക്കേണ്ടി വന്നു. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. VIP പാർട്ടി നേതാവ് മുകേഷ് സാഹ്നിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ബീഹാറിന്റെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് മഞ്ഞുരുകിയത്. अगले मुख्यमंत्री के चेहरे के रूप में तेजस्वी यादव जी को हम लोग सपोर्ट करते हैं, जो एक नौजवान है, लंबा फ्यूचर इनके साथ में, और मेरा अनुभव से मैं कह सकता हूं जिसका लंबा फ्यूचर होता है पब्लिक उनको साथ देती है. അതേസമയം വാർത്താസമ്മേളനം നടത്തിയ മുറിയിൽ തേജസ്വിയുടെ മാത്രം ചിത്രം വെച്ചത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധത്തിന് കാരണമായി. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാനുള്ള സമയം ഇന്ന് വൈകിട്ട് അവസാനിക്കും. ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസും RJDയും പരസ്പരം മത്സരിക്കാൻ പത്രിക നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് അനുനയത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും RJD വഴങ്ങുന്നില്ല. ഇതോടെ പരസ്പരം വാളോങ്ങി ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ മത്സരിക്കുന്നതോടെ പ്രതിപക്ഷ സഖ്യത്തിന്റെ തകർച്ച പൂർണ്ണമാകും. ജനം, ഡൽഹി.
ക്യാച്ചുകൾ കൈവിട്ടാൽ പിന്നെങ്ങനെ ജയിക്കാനാണ്? 3 അനായാസ ക്യാച്ചുകളും മത്സരവും ഇന്ത്യ ഡ്രോപ്പ് ചെയ്തു. 2 വിക്കറ്റിന് ഓസ്ട്രേലിയയോട് തോറ്റ് പരമ്പരയും കൈവിട്ടു. വിജയലക്ഷ്യമായി 266 റൺസ് 22 പന്തുകൾ ബാക്കി നിൽക്കെ ഓസീസ് മറികടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ മാത്യു ഷോട്ടും കൂപ്പർ കൊണോലിയുമാണ് വിജയശില്പികൾ. ഇന്ത്യക്കായി വാഷിംഗ്ടൺ സുന്ദറും ഹർഷിത് റാണയും ആർഷ്ദീപ് സിംഗും 2 വീതം വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ രോഹിതും ശ്രേയസും നേടിയ 50കളാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത്. പ്രായമായവർക്കും പറക്കണം, ചിരിക്കണം, ആസ്വദിക്കണം, ആഘോഷിക്കണം. 60 കഴിഞ്ഞോരെ കൂട്ടി BJP ഭരിക്കുന്ന മുത്തോലി പഞ്ചായത്ത് ഒരു യാത്ര പോയി. കോട്ടയത്ത് തുടങ്ങി കൊച്ചിയിൽ അവസാനിച്ച വിനോദയാത്ര. വേറിട്ട സന്തോഷ കാഴ്ചകളുടേതായി ആ യാത്ര. ഇന്നലകളിൽ മുഴുകിയിരിക്കുന്ന അവർ ഇന്നിൽ അലിഞ്ഞു ചേർന്ന ആ റിപ്പോർട്ടോടെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ. കൊച്ചിയുടെ കാഴ്ചകൾ കണ്ണിറയെ കണ്ട് കളിച്ചിരികളുമായുള്ള വിനോദയാത്ര വേറിട്ടൊരു അനുഭവമായിരുന്നു ഓരോരുത്തർക്കും. പ്രായം വെറും നമ്പറാണെന്ന് തെളിയിച്ചുകൊണ്ട് ചെറുപ്പക്കാരെക്കാൾ ആവേശത്തിൽ കാഴ്ചകൾ കണ്ട് നടന്നു നീങ്ങി അവർ. BJP ഭരണത്തിലുള്ള മുത്തോലി പഞ്ചായത്താണ് 60 വയസ്സ് കഴിഞ്ഞവർക്കായി സൗജന്യ വിനോദയാത്ര ഒരുക്കിയത്. പഞ്ചായത്തിലെ നിരവധി പേരുമായി ഒത്തൊരുമിച്ചുള്ള യാത്രാനുഭവത്തെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും 100 നാവ്. എല്ലാവരുമായിട്ട് അടിച്ച് പൊളിച്ച് 60 വയസ്സ് കഴിഞ്ഞവരല്ലേ, പ്രായമായവരല്ലേ, എല്ലാവർക്കും നല്ല സന്തോഷം. എല്ലാവരും കൂടി ഒന്നിച്ച് കൂടിപ്പോരുന്നു. ഇപ്പം 2ാമത്തെ വരവാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ കൊല്ലം വന്നായിരുന്നു. ഇവിടെ തന്നെയാണെന്ന് മാത്രമേ ഉള്ളൂ, സ്ഥലം അറിയില്ല, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. നല്ല അനുഭവം. ഭക്ഷണമൊക്കെ എല്ലാവരും ഒക്കെ ആയിട്ട് ഒന്നിച്ച് കഴിച്ച് നല്ല അനുഭവം. എല്ലാവർക്കും നല്ല മനസ്സിന് തുറന്നു എല്ലാവരെയും പരിചയപ്പെടാം, എല്ലാവരെയൊക്കെ പരിചയപ്പെടാനും ഒത്തിരി പേരെ കാണാതിരുന്നവരെയൊക്കെ കാണും, എല്ലാം ചെയ്യാം. ഈ ടീച്ചറാണെങ്കിൽ ഒത്തിരി പേരെ കണ്ടു. ഞാൻ അങ്ങനെയോടെ ടീച്ചറുകളെയൊക്കെ നോക്കി ഇരിക്കുന്ന അമ്മമാർക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടിയതിന് അതിയായ സന്തോഷം. മെട്രോയിൽ കയറി ആദ്യം കയറിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. വളരെ നല്ല അനുഭവം. ട്രെയിനിൽ പോലും കയറത്തുണ്ടായിരുന്നു, നല്ല അനുഭവം. ഇപ്പോൾ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി നോക്കി നിൽക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്തിന്റെയും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു യാത്ര. മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളുടെ വിനോദയാത്രയാണ്. ഏതാണ്ട് 550ഓളം ആളുകൾ ഏതാണ്ട് 11 ബസ്സുകളിലായിട്ട് എറണാകുളം യാത്രയാവുകയാണ്. അപ്പോൾ എല്ലാവരും 60 വയസ്സ് കഴിഞ്ഞ അമ്മമാരും അച്ഛന്മാരുമാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയ യാത്രയാണ്. മുത്തോലി പഞ്ചായത്തിൻ്റെ വലിയ ഒരു പദ്ധതിയാണിത്. എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനകളും നേരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പല്ലാർപാടം, വാട്ടർ മെട്രോ, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങൾ സന്ദർശിച്ച സംഘം ഒരു ദിവസം ആഘോഷമാക്കിയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ജനം, കൊച്ചി.